കാട്ടാനാക്രമണത്തിൽ അടിയന്തര നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാർ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുന്നു. ഉൾക്കാട്ടിൽ ആനകൾക്ക് ഭക്ഷണം ഒരുക്കണമെന്നും റെസ്പോൺസ് ടീമിനെ അടിയന്തരമായി നിയമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ പരാമർശം തെറ്റാണെന്നും ജനവാസ പ്രദേശങ്ങളിൽ ആന ഇറങ്ങുന്നുണ്ട്. യോഗം നടക്കുന്നതല്ലാതെ ഫലമുണ്ടാകില്ലെന്നും അപകടം നടന്ന ഇടങ്ങളിലെങ്കിലും റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ വയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തരമായി ഇപ്പൊ ചെയ്യേണ്ടത് ആനകൾ വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ള ശല്യങ്ങളിൽ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടീമിനെ നിയോഗിക്കുകയും ആളുകൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ ആനകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി കാടിനകത്ത് ഭക്ഷണവും വെള്ളവും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണം. ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നേരത്തെ ആന ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലേക്ക് ആന വരികയാണ്. അല്ലാതെ അതിക്രമിച്ച് കാടിനകത്തേക്ക് കയറി ആരെയും അല്ല ആന ചവിട്ടിക്കൊന്നിരിക്കുന്നത്. കാടിനകത്ത് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതവിടെ താമസിക്കുന്നവരെയാണ്. ഇതെല്ലാ യോഗം നടക്കുന്നല്ലാതെ ഈ റിസൾട്ട് ഉണ്ടാവുന്നില്ലല്ലോ, ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാവുന്നില്ലല്ലോ. ഏറ്റവും പ്രോൺ ഏരിയ ഉണ്ട് കേരളത്തിൽ, ഏറ്റവും അപകടം പിടിച്ച സ്ഥലം. ആ അപകടം പിടിച്ച സ്ഥലത്തെങ്കിലും ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ അവിടെ വെക്കണ്ടേ? അല്ലെങ്കിൽ ഈ ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ടേ, വെള്ളം ഒരുക്കി കൊടുക്കണ്ടേ? അപ്പൊ ഇനി ചൂട് കൂടുമല്ലോ. ചൂട് കൂടുമ്പോൾ കൂടുതൽ ആനകൾ ഇറങ്ങും. അപ്പൊ കൂടുതൽ ആളുകൾ മരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. ഒരാഴ്ചയാണ് ഈ 5 പേര് മരിച്ചിരിക്കുന്നത്. 5 പേരെ വിവിധ സ്ഥലങ്ങളിൽ ചവിട്ടിക്കൊന്നിരിക്കുന്നത്. ഓരോ ദിവസവും 1-2 പേരാണ് മരിക്കുന്നത്. അതൊക്കെ ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടാണ്. ഒന്നും ചെയ്യുന്നില്ല. നിസ്സംഗരായിരിക്കുകയാണ് സർക്കാർ.